ചാലക്കുടി പോലീസ് സ്റ്റേഷന്റെ ഫ്രണ്ടിലാണ്. ഇന്ന് ഉച്ചയ്ക്ക് നടന്നൊരു സംഭവമായിട്ട് പറയാനായിട്ടാണ് നിൽക്കുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് 2:15 ഞാൻ ജോലി സംബന്ധമായിട്ട് ചാലക്കുടി പ്രൈവറ്റ് സ്റ്റാൻഡിൽ വന്ന് അങ്കമാലി ഭാഗത്തു നിന്നും വന്ന് ബസ് ഇറങ്ങുകയും കസൻ സ്കൂളിൻ്റെ ഭാഗത്തുള്ള തൊട്ടടുത്തുള്ള മാരുതി സർവീസ് സെൻറ്റർ സ്റ്റാർ മാരുതി ഗാരേജിൽ എൻ്റെ കാർ എടുക്കാനായിട്ട് ഞാൻ പോവുകയാണ് ഉണ്ടായത്. അപ്പോൾ അതുവരെ ഓട്ടോ വിളിക്കുകയും ഓട്ടോ സ്റ്റാർട്ട് ചെയ്തപ്പോൾ മീറ്റർ ഓൺ ചെയ്യാൻ ഞാൻ പറയുകയും ചെയ്തു. അപ്പം താൻ ഏത് നാട്ടുകാരനാണ്, ഇവിടെ മീറ്റർ ഇട്ട് ഓടില്ല എന്ന് ഡ്രൈവർ എൻ്റെ അടുത്ത് പറയുകയും മീറ്റർ ഇടില്ല എന്നും പറഞ്ഞു. ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്ത് കണ്ടപ്പോൾ ആൾ പെട്ടെന്ന് മീറ്റർ ഓൺ ചെയ്തു. മീറ്റർ ഓൺ ചെയ്ത ശേഷം മീറ്റർ ചാർജിൽ കൂടുതൽ തന്നാൽ മാത്രമേ അവിടെ ഇറക്കി വിടുകയുള്ളൂ എന്ന് പറഞ്ഞു എൻ്റെ അടുത്ത്. അപ്പോൾ മീറ്റർ ചാർജിൽ കൂടുതൽ തരില്ല എന്ന് ഞാൻ പറയുകയും അപ്പം തന്നെ ഏകദേശം 20 മീറ്ററാണ് ഓട്ടോ പോയിട്ടുള്ളൂ. ജസ്റ്റ് യു ടേൺ എടുത്ത് ചാലക്കുടി ഫ്ലൈ ഓവർ അണ്ടർപാസിൽ കൊണ്ടുപോയിട്ട് ആൾ ബാക്കിയുള്ള ആൾക്കാരെല്ലാം വിളിച്ചു കൂട്ടി എന്നെ ഒരുപാട് ചീത്ത വിളിക്കുകയും കയ്യേറ്റം ചെയ്യുകയും ആക്രമിക്കാൻ വരികയും ഉണ്ടായി. അപ്പോൾ ഞാൻ പെട്ടെന്ന് എടുത്ത് വീഡിയോ റെക്കോർഡ് ചെയ്യാനായിട്ട് എടുത്ത് ഫോൺ തല്ലിപ്പൊട്ടിക്കും എനിക്ക് തോന്നിയപ്പോൾ ഞാൻ അവിടെ പോകാൻ നിന്നപ്പോൾ നീ എവിടെ പോകുന്നു, 30 രൂപ കൊടുത്തിട്ട് പോയാൽ മതി എന്നാണ് പറഞ്ഞത്. സർവീസ് ചെയ്യാതെ തന്നെയാണ് പൈസ കൊടുക്കാൻ പറഞ്ഞത്. മീറ്റർ ഇട്ടിട്ട് പോകാൻ വേണ്ടി പറഞ്ഞതിനാണ് ഇത്രയും കാണിച്ചു കൂട്ടിയത്. അപ്പോൾ അവിടെയുള്ള കണ്ടാലറിയാവുന്ന ആൾക്കാർക്കെതിരെ സ്റ്റേഷനിൽ പരാതി ആദ്യം ഫസ്റ്റിനെ ഞാൻ പോയിട്ടുള്ള ജോയിൻ്റ് RTOയുടെ അടുത്താണ് പോയത് പരാതിയുമായിട്ട്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനത്തെ കയ്യേറ്റം ചെയ്യുകയും പിടിച്ച് തള്ളുകയും എല്ലാം ചെയ്തുകൊണ്ട് തന്നെ സ്റ്റേഷനിൽ തെറി വിളിച്ചതിനും സ്റ്റേഷനിൽ ഒരു പരാതി കൊടുക്കാനും പറഞ്ഞു. അപ്പോൾ അതേ സമയത്തെടുത്ത് ഞാൻ സ്റ്റേഷനിലും വരികയാണ് ഉണ്ടായത്. അങ്കമാലിയിൽ ചിലപ്പം അങ്ങനെ പോകുന്നുണ്ടാവും, ഓട്ടോ മീറ്റർ ഇട്ട് പോകുന്നുണ്ടാവും, പലയിടത്തും പോകുന്നുണ്ടാവും. ചാലക്കുടിയിൽ അങ്ങനെ പോവില്ല എന്നാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. നീ എവിടെ വേണമെങ്കിലും പോയി കേസ് കൊടുത്തോ, വെഹിക്കിളും പോലീസുകാരും അടക്കം ഇവിടെ ഞങ്ങളുടെ ഓട്ടോയിൽ കയറിയിട്ട് മീറ്റർ ഇടാൻ പറയില്ല, പിന്നെ നിനക്ക് എന്താണ് ഇത്ര ഡാഷ് അങ്ങനെയുള്ള ഒരുപാട് തെറികളാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ വീഡിയോ റെക്കോർഡിങ്സ് കുറച്ചൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. അതും എല്ലാം കൂടിയിട്ട് കാണിച്ചിട്ടാണ് RTO ഓഫീസിലും പരാതി കൊടുത്തത്, പോലീസ് സ്റ്റേഷനിലും പരാതി കൊടുത്തത്. ഈ രണ്ട് ഭാഗത്തു നിന്ന് വളരെ നല്ല സമീപനമായി ഉണ്ടായിട്ടുള്ളത്. ജോയിന്റ് RTOയുടെ ഭാഗത്ത് രാജേഷ് സാറാണെങ്കിലും ആ പരാതി സ്വീകരിച്ച് അപ്പം തന്നെ വേണ്ട നടപടി എടുക്കാനായിട്ടുള്ള കാര്യങ്ങളെല്ലാം പറയുകയും ചെയ്തു. AMPമാരും അതുപോലെ തന്നെ ചെയ്യുകയും ചെയ്തു. അതുപോലെ തന്നെ സ്റ്റേഷന്റെ ഭാഗത്തു നിന്നാണെങ്കിലും SI വളരെ മെച്യൂരിറ്റിയോട് കൂടി കാര്യങ്ങളെ അതിൻ്റെതായ രീതിയിൽ കൈകാര്യം ചെയ്ത് അവരെ വിളിച്ച് സംസാരിക്കുക എല്ലാം ചെയ്തു. എന്നിട്ട് ബാക്കി പ്രൊസീഡ് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇന്ന് നടന്നൊരു സംഭവം. ചേട്ടൻ എന്തിനാണ് തിരിച്ചുകൊണ്ട് വിടുന്നത്? ഞാൻ ഓട്ടം വിളിച്ചതല്ലേ. പിന്നെ എന്തിനാണ് ഈ മീറ്റർ വെച്ചിരിക്കാൻ ചേട്ടൻ പറയൂ? ഒന്നുമില്ല, ഈ മീറ്ററിൽ കാണുന്ന പൈസ ഞാൻ തരും. ഞാൻ ഇറങ്ങില്ല ചേട്ടാ. പിന്നെ എന്തിനാണ് ഈ മീറ്റർ ഇട്ടിരിക്കുന്നത്? പിന്നെ എന്തിനാണ് ഈ മീറ്റർ ഇട്ടിരിക്കുന്നത്? ചേട്ടൻ പഠിപ്പിച്ചാണോ? സ്റ്റേഷനിൽ പോവാം. പൈസ ചേട്ടൻ തൃശ്ശൂർ 30 ലോട്ടുണ്ട്. അവിടെ എത്ര മാസം കാണിച്ചെന്ന് അറിയാമോ? എത്ര പ്രാവശ്യം കാണിച്ചു? പരാതി കൊടുത്തോ ബാക്കി എന്തോ നോക്കാന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? ചേട്ടൻ പരാതി കൊടുത്തോ? ന്യായമായ എനിക്ക് മാത്രം വിളിച്ചതാ. പെട്ടെന്നൊരു നീർക്കോലി പാമ്പ് വന്നിട്ട് ഇരിക്കാൻ നിൽക്കണ്ട, മനസ്സിലായില്ലേ? ഇത് കേരളത്തിൽ ഈ അങ്കമാലി ഒക്കെ അവിടെ ഉണ്ട് മീറ്റർ. ഒരു നിയമമുണ്ട്, ആ നിയമം പാലിക്കണം. ഞങ്ങൾ പാലിക്കുന്നുണ്ട്. മീറ്റർ വണ്ടി പോകണ്ടത്. മീറ്റർ ഇവിടെ പോവില്ല. പോലീസും വന്ന് കയറുന്നുണ്ട്. അവിടെ മീറ്റർ ചോദിക്കില്ല. ബൈക്കുമാര് തനിക്കാൻ വേണ്ട ഉണ്ടാക്കുക. ഫോട്ടോ എടുക്കാൻ മര്യാദക്ക് പറഞ്ഞിട്ട് കഴിഞ്ഞ ഗുണ്ടായിസത്തിൽ വരും. മീറ്റർ വെച്ചിരിക്കാൻ ഓടാനാണല്ലോ. ഇനി ചേട്ടന് കേസ് കൊടുക്കാൻ അല്ലല്ല ചേട്ടാ, ഇവിടെ വെച്ച് തീർക്കാനല്ലല്ലോ. ഞാൻ നേരെ പരാതി കൊടുക്കാൻ പോകുന്നത്. അതിന് വേറെ വണ്ടിയോ? ഈ പരാതി അതേപോലെ അല്ലാന്നുണ്ടല്ലേ? പരാതി ഞാൻ അതേപോലെ എന്നെ തെറി വിളിച്ച ആളെ ഇറക്കാൻ ഞാൻ കണ്ടിട്ടാണ് ഞാൻ പറയുന്നത്. കേട്ടോ, ഞാൻ എന്റെ വായിന് ഒരു അബദ്ധമോ ഒന്നും വീണിട്ടില്ല. ഞാൻ ഇല്ല ചേട്ടാ, ഈ 30 രൂപയ്ക്കല്ല മീറ്ററിന് പോലെ ഞാൻ പറയുന്നത്. ചാർജുണ്ടല്ലോ. ചേട്ടൻ പൈസ കിട്ടിയില്ല. വീട്ടിട്ട് ഓടുകയാണ്. എന്നല്ലേ പറഞ്ഞ, പിന്നെ അതിൽ പറയാനല്ലോ.
എല്ലാവർക്കും നമസ്കാരം. ചാലക്കുടിക്കാരൻ ചങ്ങാതി എന്ന് പറഞ്ഞ പേര് കേട്ട് നമുക്ക് ആദ്യം ഓർമ്മ വരിക കലാഭവമണിച്ചേട്ടനെയാണ്. കലാഭവമണിച്ചേട്ടൻ്റെ ഓട്ടോയ്ക്കിട്ട പേരാണ് ചാലക്കുടിക്കാരൻ ചങ്ങാതി. ചാലക്കുടിയിൽ ആരൊക്കെ വന്നാലും ചാലക്കുടിക്കാരൊരു ചങ്ങാതിമാരെ പോലെ പെരുമാറും. ചാലക്കുടിക്കാരെന്ന് പറഞ്ഞാൽ ചങ്ങാതിമാരാണ്, നല്ല ചങ്ങാതിമാരാണ്. നല്ല ചങ്ങായി എന്നാണ് കലാഭവമണിച്ചേട്ടൻ തൻ്റെ ഗാനങ്ങളിലൂടെയും ഒക്കെ പറഞ്ഞു വെച്ചിട്ടുള്ളത്. കലാഭവമണിച്ചേട്ടനെ പറ്റി പറയുമ്പോൾ മണിച്ചേട്ടൻ്റെ ഓട്ടോ സ്റ്റാൻഡ് മാറ്റി പറയാൻ പറ്റില്ല. ചാലക്കുടി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് നേരെ ഓപ്പോസിറ്റ് കലാഭവമണിച്ചേട്ടൻ്റെ പേരിൽ മണിച്ചേട്ടൻ്റെ ഓട്ടോ സ്റ്റാൻഡ് എന്നൊരു ഓട്ടോ സ്റ്റാൻഡ് ഉണ്ട്. കുറേ നല്ല ചേട്ടന്മാർ അവിടെ ഓട്ടോ ഓടിക്കുന്നവരുണ്ട്. എനിക്ക് അവരെ പേഴ്സണലായിട്ട് അറിയാവുന്നവരാണ്. അവർ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളാണ്. പക്ഷേ ഇന്നലെ ഉണ്ടായൊരു സംഭവം ഈ പേരിനും ഈ ജാതിക്കും ഒക്കെ തന്നെ മോശം വരുന്ന രീതിയിലാണ് ഇന്നലെ ഒരു പ്രവർത്തനം അവിടുത്തെ കുറച്ച് പേരിൽ നിന്നും ഉണ്ടായിട്ടുള്ളത്. ഒരു ഡ്രൈവർ രഘു എന്ന് പറയുന്ന ആളുടെ പേരിൽ പോലീസ് കേസ് എടുത്തിട്ടുണ്ട്. എന്താണ് സംഭവം? മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ഡോക്ടറേറ്റ് നേടി IDTR പോലുള്ള മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ക്ലാസ് എടുത്തുന്ന, അതായത് IDTR എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായെന്ന് അറിയില്ല, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡ്രൈവിംഗ് ട്രെയിനിങ് റിസർച്ച്. ഇത് എന്ന് പറഞ്ഞ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കറുകുറ്റിയിൽ അതിൻ്റെ ഒരു സബ് സെൻ്റർ ഉണ്ട്. അതായത് ഈ മദ്യപിച്ച് വണ്ടി ഓടിക്കുക, വാഹനം ഓടിക്കുമ്പോൾ വലിയ ഒഫൻസുകളൊക്കെ വരുന്ന ആളുകൾക്ക് ഒരു 5 ദിവസത്തെ ഒരു ക്ലാസ് നടത്തുന്ന ഒരു സ്ഥാപനമാണ് ഈ IDTR എന്നുകൊണ്ട് നമ്മുടെ ഈ കറുകുറ്റിയിലുണ്ട്. അതിൻ്റെ സബ് സെൻ്റർ എടപ്പാളിലാണ് പിന്നെ ഉള്ളത്. പിന്നെ അങ്ങനെ 3-4 സ്ഥലങ്ങളുണ്ട്. ഇവിടെയൊക്കെ ക്ലാസ് എടുക്കുന്ന ഡോക്ടർ ധനേഷ്, അദ്ദേഹം SCMS കോളേജിൽ അസിസ്റ്റൻറ്റ് പ്രൊഫസറായിരുന്നു. അപ്പോൾ ഇദ്ദേഹം ആളുടെ സ്ഥാപനം നമ്മുടെ ചങ്ങരയിൽ യൂസ്ഡ് കാർ എന്ന് പറഞ്ഞ കാറുകൾ കൊടുക്കുന്ന ഒരു സ്ഥാപനം ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിന് ക്രസൻറ്റ് സ്കൂളിൻ്റെ അടുത്തുള്ള ഒരു ഷോപ്പിലേക്ക് പോകണം. അപ്പോൾ ചാലക്കുടിയിൽ അങ്കമാലിയിൽ നിന്ന് വന്ന് ബസ് ഇറങ്ങി കഴിഞ്ഞതിന് ശേഷം അവിടെ നിന്ന് ഒരു ഓട്ടോ വിളിക്കുകയാണ്. ഈ ഡ്രൈവർ രഘു എന്ന് പറയുന്ന ആളുടെ ഓട്ടോ വിളിക്കുകയാണ്. ഓട്ടോ വിളിച്ചു കഴിഞ്ഞപ്പോൾ ഒരു കേരളത്തിൽ താമസിക്കുന്ന ഒരു സാധാരണ പൗരന് അവൻ്റെ അവകാശങ്ങളെ പറ്റി ബോധ്യമുള്ളത് കൊണ്ട് തന്നെ അയാൾ പറഞ്ഞു, ഈ ഡോക്ടർ പറഞ്ഞു മീറ്റർ ഇട്ട് ഓടിക്കണം, മീറ്ററിൻ്റെ ചാർജ് തരുള്ളൂ. പക്ഷേ ഈ സംഭവം ഇത് കേട്ടോടുകൂടി അവിടെ നിന്നും മുഴുവനും തെറിവിളികളും പ്രശ്നങ്ങളായി. അയാളെ അവിടെ നിന്നും കൊണ്ടുപോയിട്ട് തിരിച്ച് അണ്ടർ പാസേജ് കൂടി പിന്നെ വീണ്ടും ഈ സൗത്തിൽ തന്നെ കൊണ്ടിറക്കിയാണ്. മീറ്റർ ചാർജ് ഒന്നും ഓടാൻ പറ്റില്ല, കൊണ്ടുപോയി തന്നെ ഞങ്ങളെ എത്തിച്ചിട്ടുണ്ട്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് കാണിക്കുന്ന സംഗതികളാണ്, പറയുന്ന പേരുകളാണ് ഒരു യാത്രക്കാരനോട്. അയാൾ ആരാണ്? അതാണ് രസം. ആരാണ് ഈ ഡോക്ടർ ധനേഷ്? IDTR ക്ലാസ് എടുക്കുന്ന, അതായത് ഈ ഡ്രൈവർമാർക്കും ഇവർക്കൊക്കെ ക്ലാസ് എടുക്കുന്ന മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് വർക്ക് ചെയ്തിരുന്ന ഒരു മനുഷ്യനാണ് ഈ തെറി മുഴുവൻ കേൾക്കുന്നത്. എന്താണ് നോക്ക്. എനിക്ക് ഈ വിഷയത്തിൽ, ഈ മീറ്റർ വിഷയത്തിൽ എനിക്ക് ഒരുപാട് സ്ഥലത്ത് നമുക്ക് പഴിയായിട്ടുള്ളതാണ്. നമ്മളിപ്പോൾ ചാലക്കുടിയിൽ ഈ അറിയാവുന്ന ആളുകളെ ഓട്ടോ വിളിക്കുമ്പോൾ നമ്മൾ ഇത് പറയില്ല, ഏത് മീറ്റർ ചാർജ് ഇട്ട് ഓടാൻ എന്ന് പറയില്ല. പക്ഷേ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന്റെ കൃത്യമായ നിയമമുള്ളതാണ് മീറ്റർ ഇട്ട് മീറ്റർ ചാർജ് വാങ്ങിക്കാൻ പാടുള്ളൂ. ഇനി ഇത് ഇവർക്ക് ബുദ്ധിമുട്ടാണ്, ഇവർക്ക് ഈ ഇത് ഉപയോഗിച്ചുകൊണ്ട് വരുമാനം കിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് ഒഴിവാക്കട്ടെ. സാധാരണ ജനം ഈ ഓട്ടോയിൽ കയറുമ്പോൾ അല്ലെങ്കിൽ മറ്റു വണ്ടികളിൽ കയറുമ്പോൾ എന്താ ചോദിക്കുന്നത്? മീറ്റർ ചാർജ് പറയുന്നത് അത് അവരുടെ അവകാശമാണ്. ഇത് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് തന്നിട്ടുള്ള സംഭവമാണ്. അത് പ്രകാരമാണ് ഈ ചോദിക്കുന്നത്. ആ ചോദ്യത്തിനെതിരെ ഒരിക്കലും ഇതുപോലെ ഈ മണിച്ചാണ്ട് ഓട്ടോ സ്റ്റാൻഡിലെ ഓട്ടോ ഡ്രൈവർമാർ ഇങ്ങനെ പെരുമാറുന്നില്ലായിരുന്നു. ഒരു കാരണവശാലും ഇത് ചാലക്കുടിക്ക് തന്നെ ഏറ്റ മഹാമോശക്കേടാണ്. ചാലക്കുടിക്കാരൻ ചങ്ങാതി എന്ന് പറയുന്ന ആ ഒരു വലിയ സത്വത്തിന് ഏറ്റവും വലിയ തിരിച്ചടിയാണ്. ഇങ്ങനെ ഒരിക്കലും സംസാരിക്കാൻ പാടില്ല, പറയാനും പാടില്ല. അയാൾ കഴുത്തിന് ഷോൾഡറിൻ്റെ അവിടെ കയറി പിടിച്ചു. എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത്? ഒരു മനുഷ്യനെ അറിയാതെ ഇത്തരം ഇടപെടലുകൾ നടത്തുന്നത്. ഇത് ചാലക്കുടിയിൽ ഇങ്ങനത്തെ പല സ്ഥലങ്ങളിലും ഇങ്ങനത്തെ സംഭവങ്ങളുണ്ട്. ഞാൻ പറഞ്ഞ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് വിഷയത്തിൽ ഇറങ്ങണം. സിറ്റികളിൽ മാത്രം മതി മീറ്റർ ചാർജ്. ടൗണുകൾ പോലെ ചാലക്കുടി പോലെ ടൗൺ പ്രദേശങ്ങളിൽ വേണ്ട. നിങ്ങൾ നിയമം ഇറക്കും, അല്ലെങ്കിൽ ഈ വിഷയത്തിൽ ഒരു ഇടപെടലുണ്ടാവണം. മീറ്റർ ഇട്ട് ഓടിക്കാൻ പാടുള്ളൂ എന്ന് നിയമമുള്ളപ്പോൾ അതിനെപ്പറ്റി സംസാരിച്ചതിന് ഇമാതിരി തെറി അഭിഷേകവും മറ്റു കാര്യങ്ങളും കേൾക്കേണ്ടി വരിക എന്ന് പറയുന്നത്. എന്തായിരുന്നാലും ആ ഡോക്ടർ ധനേഷ് എന്ന് പറയുന്ന ആ മനുഷ്യൻ, അദ്ദേഹം ചാലക്കുടി പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു. അത് പ്രകാരം അവിടുത്തെ ഡ്രൈവർ രഘുവിനെതിരെ വകുപ്പുകളിട്ട് പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഒരു കാരണവശാലും ഒരാൾ ഓട്ടോറിക്ഷ എന്ത് വാഹനം ആയിക്കോട്ടെ, അയാൾ ചിലപ്പോൾ ഇതിനേക്കാളും വലിയ ആൾക്കാർ ഓട്ടോയിൽ കയറിയിട്ട് ചോദിക്കേണ്ടാവില്ല. പക്ഷെ ഒരാൾ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അയാൾക്ക് കൃത്യമായിട്ട് ഉത്തരം നൽകാൻ അല്ലെങ്കിൽ അത് പ്രകാരം ഓടിക്കാനുള്ള ബാധ്യത നിങ്ങൾക്കുണ്ട്. കാരണം നിങ്ങൾ കേരളത്തിലെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് നിയമങ്ങൾ അനുസരിച്ച് പോകേണ്ട ഒരു വ്യക്തിയാണ്. അപ്പോൾ അതുകൊണ്ട് ഒരാൾ വണ്ടി കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കാനും അയാൾ പറയുന്നതിൽ എന്തെങ്കിലും സംഗതികൾ ഉണ്ടെങ്കിൽ അതിന് കൃത്യമായിട്ട് തന്നെ മറുപടി നൽകാനും ആ നിയമങ്ങൾ പാലിക്കാനും നിങ്ങൾക്ക് ബാധ്യതയുണ്ട്. അതാണ് ഇവിടെ ലംഘിക്കപ്പെട്ടിട്ടുള്ളത്. ഇത് ഇയാൾക്ക് മാത്രമല്ല, ഈ ഡോക്ടർ ധനേഷ് എന്ന് പറയുന്ന ആൾക്ക് ഇതിനെപ്പറ്റി അറിവും കാര്യങ്ങളും ഉള്ളതുകൊണ്ടൊക്കെ പോയി. ബാക്കിയൊരു സാധാരണക്കാരനാണ് കാര്യങ്ങളോ ഇവരെല്ലാവരും കൂടി കൂട്ടത്തെ പോലെ വന്നിട്ട് പെരുമാറുന്ന രീതി ഒരു കാരണവശാലും ഇത് ശരിയായിട്ടുള്ള രീതിയല്ല. ഇപ്പോഴത്തെ നമ്മുടെ രാജേഷ് സാർ ഉൾപ്പെടെയുള്ള മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് രാജേഷ് സാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ വിഷയത്തിൽ സത്രമായി ഇടപെടണം. പോലീസ് സംവിധാനങ്ങളും മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റും ഈ വിഷയത്തിൽ സത്രമായി ഇടപെടണമെന്ന് മാത്രമാണ് പറയുന്നത്. ചാലക്കുടിയിൽ ഇനി ഇതുപോലെ ചാലക്കുടി പട്ടണത്തിലേക്ക് വരുന്ന യാത്രികർക്ക് ഇങ്ങനൊരു സംഗതി ഉണ്ടാകരുത്. എനിക്ക് മണിച്ചാണ്ട് ഓട്ടോ സ്റ്റാൻഡിലെ ഡ്രൈവർമാരോട് പറയാനുള്ളത്, നിങ്ങൾ ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന ആ ബോർഡ് ഉണ്ടല്ലോ മണിച്ചാണ്ട് ഓട്ടോ സ്റ്റാൻഡ്, അയാൾ ഈ പറയുന്ന ഒരു ഓട്ടോ ഡ്രൈവറായിട്ടിരിക്കുമ്പോൾ അയാൾ കാണിച്ചേക്കുന്ന കുറേ സൗഹാർദ്ദപരമായ സംഗതികളുണ്ട്. ഇതൊക്കെ മനസ്സിൽ വിചാരിച്ചിട്ടായിരിക്കും നിങ്ങൾ അവർ കാണുന്നത് വരുന്ന യാത്രികർ. ഒരു കാരണവശാലും ഇങ്ങനത്തെ പ്രശ്നങ്ങളിലേക്ക് പോകാൻ പാടില്ല. എന്തായാലും ഡോക്ടർ ധനേഷിന് നീതി ലഭിക്കട്ടെ എന്ന് മാത്രമാണ് പറയാനുള്ളത്. പൊതുജനങ്ങൾക്ക് ഇനിയും ഇത്തരത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകരുതെന്നും ഓർമ്മിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.